ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും പ്രീതി പ്രിൻസസ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ എബി പ്രിൻസ് വിശ്വാസത്തിൽ വരണം, അതേപോലെ തന്നെ പ്രിയസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ജോലിയുടെ വഴി തുറക്കണം. അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് പ്രിൻസസിന് ആ ദേശത്തിൽ PR അപ്ലൈ ചെയ്തിട്ടുണ്ട്, PR ലഭിക്കണം. അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്കും മകനും ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഒരു സ്ഥലത്തൊരു ഭവനം ലഭിക്കണം. അതിനുള്ള അത്ഭുത വഴി സ്വർഗത്തിലെ ദൈവം തുറക്കേണ്ടതിനായിട്ട്, ആ ഭവനം വാങ്ങിക്കാനുള്ള വഴി തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഇരുവർക്കും ഒരുമിച്ച് സഭയിൽ പോകാനായിട്ടുള്ള വഴി കൂടെ തുറക്കേണ്ടതിനായിട്ട് കൃത്യമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള വചനത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വിളിച്ചു പറഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വലിയ മറുപടി വരാൻ പോവുകയാണ്. കാരണം പിതാവ് തൻ്റെ ശബ്ദം കൊണ്ടാണ് ഈ കാണുന്ന സകലത്തെയും ഉളവാക്കിയത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കാണുന്ന സകല ചരാചരങ്ങളെയും ഉളവാക്കിയത് തൻ്റെ ശബ്ദത്താലാണെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ ഒരു അസാധാരണ വിടുതൽ ഈ കുടുംബത്തിൻ്റെ മേളിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രീതിസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് അത്ഭുതകരമായ ഒരു പുതിയ ജോലി അവിടെ ലഭിക്കണം. തൻ്റെ മകൻ എബി ബ്രദർ വിശ്വാസത്തിൽ വേഗത്തിൽ വരികയും തൻ്റെ കൂടെ ഒരുമിച്ച് ആ വിശ്വാസത്തിൽ സഭയിലേക്ക് പോകാനും എല്ലാ നിലയിലും കുടുംബം സന്തോഷമായി മാറുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ അത്ഭുതകരം വെളിപ്പെടണമേ അപ്പ. ഞങ്ങൾ പൂർണ്ണമായി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ അന്തരീക്ഷത്തിൽ ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. ഈ കുടുംബത്തിന് വിരോധമായി നിന്ന ചില എതിരുകൾ ഇപ്പോൾ മാറിപ്പോകുന്നതിനായി സ്തോത്രം. അതേ നിലയിൽ തന്നെ ഈ പ്രിയസിന് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ആ ദേശത്തിൻ്റെ PR ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് കൈവിടാത്തവനാൽ അങ്ങയുടെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇവർക്ക് ആ ദേശത്തിൽ ഭവനം വാങ്ങിക്കാനുള്ള വഴി തുറക്കണമേ അപ്പ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ വയ്ക്കുന്നു. ഇവർക്ക് വലിയ സമാധാനം, വലിയ സന്തോഷം ഈ മണിക്കൂറുകളിൽ വെളിപ്പെട്ട് വരണമേ അപ്പ. അങ്ങ് തൊട്ട ആ അനുഭവം ഇവർക്കുണ്ടാകണമേ അപ്പ. ഈ പ്രിയസിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അങ്ങ് സാധിപ്പിച്ചതിനായി മാമി യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ട്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുകയാണ്. ഇരുളിൽ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആ നിലയിൽ വിശ്വസിക്കുന്നതിനോട് അടുത്ത 4-ാമത്തെ വാക്യം പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഒന്നാഴമായി ശ്രദ്ധിക്കണമേ. ഇരുളിൽ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയും, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുളിൽ പ്രകാശിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി, ഇതാ മനുഷ്യൻ്റെ വെളിച്ചമായ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത തലങ്ങൾ തുറന്നു വരും. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ അയക്കപ്പെടുന്ന വചനം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി എന്തോ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഈ അയക്കപ്പെടുന്ന വചനം നമ്മെ സൗഖ്യമാക്കുന്നത് മാത്രമല്ല, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന മേഖലകളിൽ നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റുന്നതാണ്. അത്ഭുതകരമായി ദൈവപ്രവൃത്തിയിലേക്ക് ഇതാ ദൈവം നമ്മെ നടത്തുകയാണ്. അതിശയകരമായി ദൈവം നമ്മെ നടത്തുകയാണ്.
ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കും. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുകയാണ്, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. ഇപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ. ഈ വചന കേൾവിയിൽ നിങ്ങൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് മാനുഷികമായ നിലയിലല്ല നിങ്ങളുടെ വെള്ളിക്ക് വെളിപ്പെടുന്നത്. പിതാവിൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ച് തിരിച്ചു പോകത്തോളെന്ന് യേശാവ് വിളിച്ചു പറയുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത അത് അതിവേഗം ഓടുന്നതാണ്. ഈ വചനത്തെ ആരെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പടകം നിറയും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്തൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുന്നു. ഇതാ ഏലിയാവിൻ്റെ ദൈവം സെരാഫാത്തിലെ വിധവയുടെ വീട്ടിൽ ക്ഷാമത്തെയും മരണത്തെയും നീക്കിയിട്ട് അവളുടെ ജീവിതത്തിനകത്ത് അല്പം മാവ് അല്പം എണ്ണ 2 വിറകെന്നുള്ള ലിമിറ്റേഷനുകളെ പൊട്ടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് ഉയർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ അനുഭവത്തിനകത്ത് നിന്ന് ആ ദൈവ ശബ്ദം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവ ശബ്ദത്തിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, പച്ചവെള്ളം വീഞ്ഞാകാൻ പോവുകയാണ്. കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞ, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞ ദൈവ ശബ്ദം ഇതാ നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കിയേ, ഇതാ ശതാധിപൻ വന്ന് യേശുവിനോട് പറയുകയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതാധിപൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ അയക്കപ്പെട്ട വചനത്തിൻ്റെ ശക്തി ഇതാ ആ വീട്ടിൽ കയറി അത്ഭുതകരമായ എഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ പത്രോസും യോഹന്നാനും ആരാധന സ്ഥലത്തേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. അവൻ ഒട്ടും എഴുന്നേക്കാൻ കഴിയാത്തവനാണ്. എന്നാൽ പത്രോസ് വലങ്കരം പിടിച്ചുകൊണ്ട്, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ കുതിച്ചെഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ആരാധന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആലയത്തിനകത്തോട്ട് അവൻ കയറുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവശബ്ദത്തിനകത്ത് നിങ്ങൾക്ക് എഴുന്നേൽപ്പുണ്ട്. ദൈവശബ്ദത്തിനകത്ത് നിങ്ങൾക്ക് ഇതുവരെയും കയറാൻ പറ്റാത്ത നന്മകളിലേക്ക് കയറാൻ കഴിയും. ഇതാ അയക്കപ്പെടുന്ന ദൈവശബ്ദത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് ചിലത് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അസാധാരണമായത് എന്തോ ഒന്ന് ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ദൈവപ്രവൃത്തി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആരോടൊക്കെ നോക്കി വിളിച്ചു പറയുന്നു, ഇത് ചിലവരുടെ വാഗ്ദത്തങ്ങൾ ജീവൻ വെക്കുന്ന സമയമാണ്, ഇത് നിങ്ങളുടെ വാഗ്ദത്ത കാലമാണ്, ഇത് ദൈവിക സമയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, ദൈവിക സമയമാണ് എൻ്റെയും നിങ്ങളുടെയും എന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും കാണാത്ത ദൈവത്തിൻ്റെ അനുകൂലതകൾ വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മുടെ ദൈവം സമയത്തിന് മുകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നാം തിരിച്ചറിയുന്നതിനെയാണ് ദൈവിക സമയം എന്ന് പറയുന്നത്. റാഹേലിനെ ദൈവം ഓർത്തു എന്നാണ് പറയുന്നത്. ഓർക്കുന്ന സമയത്ത് അവളുടെ ഗർഭം തുറന്ന് അവൾക്ക് ദൈവം സന്തതി കൊടുത്തതായി കാണുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിങ്ങളെ ഓർക്കുന്നത് ദൈവിക സമയമാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഹന്നയെ ദൈവം ഓർത്തതോടെ അവക്കൊരു ശമൂവേൽ ബാലകൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവനെ അവളിലൂടെ വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ദൈവം നിന്നെ ഓർക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ആ സമയത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അസാധ്യമെന്ന് പറയുന്നത് ചിലത് നിന്റെ മുമ്പിൽ സാധ്യമാകാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിനകത്ത് ചലിക്കാൻ തുടങ്ങും. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കും. അതേ നിലയിൽ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തത് ചിലത് ഇപ്പോൾ തുറന്നു തുടങ്ങും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവികമായ സമയമായത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയാം. ഒന്ന്, നിന്റെ ജീവിതത്തിനകത്ത് നീ സ്വപ്നം കാണുന്നതിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത് ചിലത് ഇപ്പോൾ സാധ്യമായി തിരികെയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, 2, നിന്റെ വിരോധങ്ങൾ നിനക്ക് അനുകൂലമായി മാറും. 3, ഹല്ലേലൂയ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ സ്വപ്നം കാണുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹല്ലേലൂയ നിന്റെ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചവർ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർ ദൈവിക സമയത്തിലേക്ക് തിരികെയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് ചിലത് വെളിപ്പെട്ട് വരികയാണ്. തിമായിയുടെ മകനായ ബർത്തിമായി നാളുകൾ ആഗ്രഹിച്ചതായിരിക്കാം നസറേന്റെ കയ്യിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി, ആ സൗഖ്യത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു. പക്ഷേ സമയം ഒത്തിരി കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ ദൈവിക അനുകൂലത
വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു ശബ്ദം കേൾക്കാം, അവൻ്റെ മുമ്പിൽ ഒരു ആരവം കേൾക്കാം. അവൻ ചോദിച്ചു, ഈ ആരവം എന്താണ്? അവൻ്റെ ചെവിയിൽ അല്ലെങ്കിൽ അവനോട് അവിടെ നിന്നവർ ചിലവർ പറഞ്ഞു, ഇതാ നിന്റെ മുമ്പിലൂടെ നസറയൻ കടന്നു പോവുകയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക സമയം ഇപ്പോൾ ചലിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവിക സമയമായതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കാറ്റുകൊണ്ട് ചെങ്കടൽ രണ്ടാകുന്നത് പോലെ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് വേഗത്തിൽ ചില വഴികൾ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ഒരു രാത്രി കൊണ്ട് അഹരോന്റെ വടി തളർത്തതുപോലെ ആ പട്ടണത്തിൽ നീ ഉയരാൻ പോവുകയാണ്, ആ ഭവനത്തിൽ നീ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നു. യിരെമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന നിവർത്തീകരണത്തിന് വേണ്ടി ഇതാ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി ഇതാ നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്രതികരിക്കുക. പ്രതികരണത്തിനകത്ത് ഇതുവരെയും കാണാത്ത വാതിലുകൾ തുറക്കുന്നു. നിന്നെയും നിന്റെ കുടുംബത്തെയും കെട്ടിക്കളഞ്ഞ കാരാഗ്രഹങ്ങൾ പൊളിഞ്ഞു മാറുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകൾ തുറക്കുന്നു. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചിലത് ഇപ്പോൾ മുതൽ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ ഒന്ന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക. ദൈവപ്രവൃത്തി ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചന ചിന്തയിൽ നമ്മൾ വേഗത്തിൽ വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, എന്നോട് ദൈവം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ ദൈവം നിന്നെ ആദരിക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഇതൊരു ഗ്ലോറിയസ് മൊമെന്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൽ ഇതാ നിന്റെ മേളിൽ മഹത്വത്തിന്റെ നിമിഷം സംഭവിക്കാൻ പോകുന്നു. നിന്നെ വിളിച്ച ദൈവം നിന്നെ ആദരിക്കാൻ പോവുകയാണ്. ഇതാ ഗ്ലോറിയസ് മൊമെന്റിലേക്ക് നീ വരുന്നു. നീ ദൈവത്തിന് വേണ്ടി നിന്നതും നീ കരഞ്ഞതും ഒക്കെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവാസനിൽ നിന്നൊരു ശബ്ദം കേട്ടു. നീ കഴിഞ്ഞ 22 വർഷം ദൈവത്തിന് വേണ്ടി കരഞ്ഞതും നീ ഉറക്കമൊഴിഞ്ഞതും നീ ഓടിയതും ഒക്കെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് മറുപടിയായി പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ഹല്ലേലൂയ ആദരിക്കുക. അല്ലെങ്കിൽ നീ ഇപ്പോൾ ആ മഹത്വത്തിന്റെ നിമിഷത്തിലേക്ക് വരികയാണ്. നിന്നെ കണ്ടവൻ, നിന്നെ വിളിച്ചവൻ നിന്നെ മാനിക്കുമെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ ചിലവരെ നോക്കി ഞാൻ ഒരു പദം വിളിച്ചു പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളും നശിച്ചു പോകത്തില്ലെന്നേ. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ആരംഭത്തിൽ തന്നെ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ലജ്ജിക്കത്തില്ല. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ മേളിൽ അവൻ കിരീടങ്ങൾ വയ്ക്കാൻ പോകുന്നു. നിങ്ങളെ ആ പട്ടണത്തിൽ ദൈവം തല ഉയർത്തുന്നവനെ പോലെ മാനിക്കാൻ പോകുകയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ആഴം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഉയർപ്പിച്ച എല്ലാ നാമത്തിനും മേലായ നാമം നൽകുന്നത് പോലെ യേശുവിനെ ദൈവം മാനിച്ചതുപോലെ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലം തുറക്കുകയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇതാ ഗ്ലോറിയസ് മൂമെന്റിനകത്ത് നമ്മൾ പഴയ നിയമത്തിൽ യോസഫ് എന്ന് പറയുന്ന ഭക്തനെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇതാ മിസ്രയീം ദേശത്തിലൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. 42 വാക്യം. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസെഫിൻ്റെ കയ്യിൽ ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണപ്പളികയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. 43 വാക്യം. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തൊക്കെയും മേലധികാരിയാക്കി. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വ്യക്തമായി തിരിച്ചറിയ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ദൈവിക ദർശനത്തിൽ, ദൈവശബ്ദത്തിനകത്ത്, ദൈവിക കാഴ്ചപ്പാടിൽ നിന്ന യോസെഫിനെ ഒന്നിനും തടയാൻ കഴിഞ്ഞതായി കാണുന്നില്ല. നിരവധി പ്രതികൂലങ്ങളിലൂടെ, പ്രശ്നത്തിലൂടെ യോസഫ് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്നും തൻ്റെ ദൈവം തന്നെ ഒതുക്കിയതായിട്ടോ തൻ്റെ ദർശനം ഇല്ലാതായി പോയതോ കാണുന്നില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്ത് നിങ്ങളുടെ മുന്നിലൊരു കൈമാറ്റം നടക്കും. നിങ്ങളെ ദൈവം മാനിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പോവുകയാണ്. ഈ വചനത്തിനകത്ത് ഇതാ തന്നെ 2-ാം രഥത്തിൽ കയറ്റിയിട്ട് എല്ലാവരും മുട്ടുകുത്തുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ആ ദേശത്തിൻ്റെ മേലധികാരിയാക്കി
അവനെ നിർത്തുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ഗ്ലോറിയസ് മൂമെന്റ്, ഇതാണ് മഹത്വത്തിന്റെ നിമിഷം. എവിടെ തകരുമെന്ന് പറഞ്ഞോ, എവിടെ നിന്ദിക്കപ്പെടുമെന്ന് പറഞ്ഞോ, എവിടെ തീരുമെന്ന് പറഞ്ഞോ, അവിടെ ഇതാ കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കരം ഇതാ നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കാം ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയത്, പക്ഷേ നിങ്ങളുടെ മേളിൽ കിടക്കുന്ന വിളി എന്ന് പറയുന്നത് നിങ്ങളുടെ വിരോധങ്ങളുടെ മുകളിലേക്ക് നിങ്ങൾ പടരുക എന്നുള്ളതാണ്, നിങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. യോസെഫിനെ നിങ്ങൾ നോക്കിയാൽ യോസെഫിനെ കുറിച്ച് 49 അധ്യായം അതിന്റെ 22 വാക്യത്തിൽ ഒരു പദമുണ്ട്. ആ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ വാക്യത്തിനകത്ത് യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെയാണ്, അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തെ മുമ്പോട്ട് വിടാത്ത രീതിയിൽ ഒരു മതിലുണ്ട്. ആ മതിലിനെ ഓവർകം ചെയ്യുന്ന ഒരു തലം ഇതാ യോസെഫിൻ്റെ മേളിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ യോസെഫിനെ നിങ്ങൾ നോക്കേ, യോസെഫ് ദൈവിക ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർ യോസെഫിനൊരു മതിലായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ദർശനത്തിലേക്ക് അവനെ എത്തിക്കാത്ത നിലയിൽ ഇതാ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാണ്. പൊട്ടക്കിണർ അവൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ മതിലായിരുന്നു. ഒരിക്കലും ഇനി അതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് നിൽക്കുമ്പോൾ അവനെ ഇതാ അടിമച്ചന്തയിലേക്ക് എത്തിക്കുകയാണ്. അടിമച്ചന്ത അവൻ്റെ ജീവിതത്തിൽ ഒരു മതിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവൻ പൊത്തീഫറിൻ്റെ വീട്ടിലെത്തിയാണ്. പൊത്തീഫറിൻ്റെ ഭാര്യ അവൻ്റെ ജീവിതത്തിൽ ഒരു മതിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവൻ കാരാഗ്രഹത്തിലെത്തിയാണ്. കാരാഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഒരു മതിലായിരുന്നു. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവിക കാഴ്ചപ്പാടുള്ള, ദൈവിക ദർശനമുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന യോസെഫെ, ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇതാ ദൈവം നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് മന്ത്രിപദത്തിലേക്കും ആ പട്ടണത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ മേലധികാരിയാക്കി തീർക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ലെന്നുള്ളത് ഈ വചനത്തിനകത്ത് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഇതാ ഒരു ഗ്ലോറിയസ് മൊമെന്റ് നിങ്ങളുടെ മേളിൽ സംഭവിക്കുകയാണ്. നിങ്ങളെ മഹത്വത്തിൽ ദൈവം ആദരിക്കാൻ പോകുന്നു. നിങ്ങളെ ആ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പടക് ശൂന്യമാകത്തില്ലെന്ന്. ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത നിങ്ങളുടെ പടകിനെ അവൻ വേണ്ടുവോളം നിറയ്ക്കാൻ പോവുകയാണ്. മറ്റുള്ളവരെയും കൂടെ നിറയ്ക്കാൻ തക്കവണ്ണം ആ ദേശത്തിൽ നിങ്ങൾക്ക് ഒരു മാന്യത ദൈവം തരാൻ പോവുകയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദാവീദിനെ ശ്രദ്ധിച്ചു നോക്കേ. 1 ശമൂവേൽ 16 അധ്യായം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. 1 ശമൂവേൽ 16 അധ്യായത്തിൽ ഇശായിയുടെ ഭവനത്തിൽ ഇതാ ശമൂവേൽ വന്ന് ഇസ്രായേലിന്റെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ആ അത്രയും വലിയ ശ്രേഷ്ഠകരമായ ഒരു വലിയ കാര്യം അവിടെ സംഭവിക്കുമ്പോൾ ഇളയ മകനായ ദാവീദിനെ അവനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇശായിയും 7 മക്കളും നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇശായി പറയുന്നു, ഈ 7 മക്കളിൽ ഒരാളാണ് അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നത്. പക്ഷേ മാനുഷിക നോട്ടത്തിൽ ഒന്നിനെയും ദൈവം തിരഞ്ഞെടുത്തില്ല. ദൈവത്തിന്റെ കണ്ണിൽ അപ്പനും സഹോദരന്മാരും തെള്ളിയൊരുത്തൻ കാട്ടിൽ കിടപ്പുണ്ട്. അവൻ ഇതാ രഹസ്യത്തിൽ ആ കാട്ടിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തെ പരസ്യമായും രഹസ്യമായി ആരാധിക്കുന്ന നിന്നെ പരസ്യമായി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യും, പരസ്യമായി ഉയർത്തിയും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇതിനകത്ത് വെളിപ്പെടുത്തുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും ശ്രേഷ്ഠകരമായ ഒരു കാര്യം വീട്ടിൽ സംഭവിക്കുമ്പോഴും ഇളയ മകൻ ദാവീദ് ഇതൊന്നും അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പൻ്റെ ആടുകളുമായി ആ കൊടുങ്കാട്ടിൽ അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത കാണാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യനെ ഹല്ലേലൂയ ദൈവം ആദരിക്കാൻ പോവുകയാണ്, ദൈവം മാനിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥനയോടെ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഗ്ലോറിയസ് മൂമെന്റ് സംഭവിക്കുകയാണ്. ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേൽ മക്കളുടെ നിയമം അനുസരിച്ച് ഇതാ ഇളയ മക്കൾ അപ്പൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പക്ഷെ ദാവീദ് മാത്രം ചെറിയ പ്രായത്തിൽ തന്നെ അപ്പൻ്റെ ആടുകളുമായി അല്ലെങ്കിൽ കാട്ടിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ കാട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ഭവനക്കാർ നിന്നെ തെള്ളിയിട്ടുണ്ടാകാം, നിന്റെ ദേശക്കാർ നിന്നെ അവഗണിച്ചിട്ടുണ്ടാകാം, പക്ഷേ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ നീ ഗ്ലോറിയസ് മൂമെന്റിലേക്ക് വരികയാണ്. ആ ഭാഗം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ പോവുകയാണ്. 1 ശമൂവേൽ 16 അധ്യായം 10 വാക്യം മുതൽ 13 വാക്യം വരെ. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 11 വാക്യം, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആഴം കാണാം. ദാവീദിന് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇതാ ദൈവം കണ്ടവനെ ആളയച്ച് വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ
ഈ വചന സന്ദേശം തീരുന്നതിന് മുമ്പേ ചിലവരെ മേളിൽ അസാധാരണ വിടുതലുകൾ സംഭവിക്കും. നിന്റെ വിളിക്കകത്ത്, നിന്നെ കണ്ടതിനകത്ത് ഒരു അസാധാരണമായ തലം തുറന്നു വരും. ഈ മാസം എന്തോ ഒരു ഭയങ്കര എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ താളടിയായി പോകാൻ, നീ അവസാനിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പോകുകയാണ്. ഇത് 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. മാനുഷിക കണ്ണുകൾക്ക് നിന്നെ വ്യക്തമല്ലെങ്കിലും ദൈവം നിന്നെ കണ്ടാൽ ആ പട്ടണത്തിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. 13-ാമത്തെ വാക്യമാണ് ഗ്ലോറിയസ് മൂവ്മെന്റ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതേ ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിത നിങ്ങളുടെ മുകളിലേക്ക് വരികയാണ്. നിങ്ങളുടെ മേളിൽ നിങ്ങൾ തെള്ളപ്പെട്ടെടുത്ത്, നിങ്ങൾ ഒറ്റപ്പെട്ടെടുത്ത് എൻ്റെ കർത്താവ് അതിൻ്റെ നടുവിൽ നിങ്ങളെ മാനിക്കാൻ പോകുന്നു, അഭിഷേകം ചെയ്യാൻ പോകുന്നു. തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടെ ഈ വചനത്തിൻ്റെ ആഴം ശ്രദ്ധിക്കണം. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദാനിയേലിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3 നേരവും ഇടപെടാതെ പ്രാർത്ഥിച്ചവനാണ്. അറിയാം, ആ പ്രാർത്ഥിച്ചവന് നേരെ ഹല്ലേലൂയ ശത്രു രേഖവിരോധമായി എഴുതി. അവനെ ഇതാ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷെ ദൈവം ആദരിക്കാൻ പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ആ സിംഹക്കുഴിയിൽ ദൈവം ഇറങ്ങി സിംഹത്തിന്റെ വായടച്ചു. ഹല്ലേലൂയ. ആ പട്ടണത്തിന്റെ സാക്ഷിയായി ദൈവം അവനെ ആദരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ ആഴമേറിയ ഞാൻ ഈ സന്ദേശം പറയാനുള്ള കാരണം ഇനി അടുത്ത ഭാഗമാണ്. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കണം. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് എസ്തേർ എടുത്തു വളർത്തപ്പെട്ടവളാണ്, അപ്പനും അമ്മയും ഇല്ലാത്തവളാണ്. ഹല്ലേലൂയ. ആ തലത്തിൽ നിൽക്കുന്നവളെ ഇതാ പട്ടണത്തിന്റെ രാജ്ഞിയാക്കാൻ ദൈവത്തിന് കഴിയും. ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം. ദൈവത്തിന് ഒരാളെ മാനിക്കണമെങ്കിൽ ഒരാളുടെയും ശുപാർശ വേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഒരാളെ ഉയർത്താൻ കഴിയണമെങ്കിൽ ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അറിയാം, അപ്പനും അമ്മയില്ലാത്ത, ആരും ശുപാർശ ചെയ്യാനില്ലാത്ത, ആരും ഒന്ന് താങ്ങാനില്ലാത്ത, ആരും ഒന്ന് ചേർത്ത് പിടിക്കാനില്ലാത്ത ഒരാളെ ഇതാ ലോകം കാണുന്ന രീതിയിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുമെങ്കിൽ നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനകത്ത് സാഹചര്യം നിങ്ങൾ നോക്കരുത്. എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഇതാ മഹത്വത്തിൻ്റെ ഗ്ലോറിയസിൻ്റെ ടൈമിലേക്ക് നിങ്ങൾ വരികയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജസന്നിധിയിൽ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് ചെന്നു. 17-ാമത്തെ വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. ഈ ഭാഗവും ആഴമായി ശ്രദ്ധിച്ചു നോക്കി. എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. അടുത്തത് സകല കന്യകമാരെക്കാളും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. അപ്പോൾ എൻ്റെ ചിന്തയാണ്, ഞാൻ വചനത്തിനകത്തില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ കണ്ടത് ഇതാ ആരും ഒന്ന് ശുപാർശ ചെയ്യാനില്ലാത്ത ആ വലിയ ഹോളിലേക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ എസ്തേർ വേണമെങ്കിൽ, കാരണം ആ പട്ടണത്തിൽ ഉന്നതന്മാരുണ്ട്, ഒത്തിരി സമ്പന്നരായ അവരുടെ മക്കളുണ്ട്, പലവരും മുമ്പേ കൊണ്ടുവന്ന് നിർത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇതാ ഒത്തിരി സ്ത്രീകൾ എസ്തേറിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇവൾ ഒരു പക്ഷേ ചില വരികൾക്ക് പുറകിലായിരിക്കാം, അല്ലെങ്കിൽ പിറകിലായിരിക്കാം നിൽക്കുന്നത്. ആ തലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, രാജാവിൻ്റെ കണ്ണുകൾ അവളെ കാണുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സകല സ്ത്രീകളെക്കാളും അധികം രാജാവ് അവളെ സ്നേഹിച്ചു. സകല കന്യകമാരെക്കാളും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാളല്ല, ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. അതിൻ്റെ നടുവിൽ ദൈവം എസ്തേറിനെ കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഗ്ലോറിയസ് മൂമെൻ്റ് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കിരീടധാരണം ദൈവം വയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു സാഹചര്യമില്ലാത്ത, അവളെ കണ്ട ആ കൊട്ടാരത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഇവളെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഇവളെ അപ്പനും അമ്മയും ഇല്ലാത്തതാണല്ലോ. ഇവളെ കണ്ട ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്, ഇവക്കുള്ള സമയമല്ലിത്, ഇവളുടെ ജീവിതത്തിനകത്ത് ഇത് വെളിപ്പെടത്തില്ല. അങ്ങനെയൊക്കെ എസ്തേറിനെ നോക്കി വിചാരിച്ചവരും പറഞ്ഞവരും കാണാം. പക്ഷേ അതിൻ്റെ നടുവിൽ
ദൈവം ഒരാളെ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം മാനിക്കുന്ന സീസണുകളുണ്ട്. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ പട്ടണത്തിൽ, ആ ഭവനത്തിൽ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരെ കണ്ണ് കണ്ടതുപോലെ എല്ലാവരും ദൈവം കാണുന്നത്. ഞാൻ ആത്മാവിൽ അതിനെ ഒരു ആഴം പറയട്ടെ. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ, ഹല്ലേലൂയ, ആ ബെഥെസ്ദയുടെ വാതിൽക്കൽ യേശു വന്ന് നിൽക്കുമ്പോൾ ദൂരത്ത് നിന്ന് അവനെ കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. നാനാവ്യാധികൾ പിടിച്ച അനേകർ ആ കുളക്കടവിൽ കിടപ്പുണ്ട്, ഹല്ലേലൂയ. പക്ഷേ യേശു കാണേണ്ടവനെ മാത്രം കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ആ നാനാവ്യാധി പിടിച്ച് കിടക്കുന്ന ആ കുളക്കടവിൽ ആരെയും തൊടാതെ 38 വർഷമായി കിടക്കുന്നവന് വന്ന് യേശു സൗഖ്യമാക്കിയാണ്. അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ കരയിച്ച വിഷയം പറയാം. അവിടെ ഒത്തിരി രോഗികൾ കിടപ്പുണ്ട്, ഒത്തിരി ആവശ്യക്കാർ കിടപ്പുണ്ട്. പക്ഷേ നീണ്ട നാളുകൾ ഒരു സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തവനെ യേശു നേരിട്ട് വന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഒന്നുകൂടൊന്ന് പറയാം, അവൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയും ആ ദൂതൻ ഇറങ്ങുമ്പോൾ ആ കുളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത, സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത, ജീവിതത്തിനകത്തും മടുപ്പുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്ത് കിടന്ന ഇവനെ കർത്താവ് കുളത്തിൽ ഇറക്കാതെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീണ്ട നാളുകളായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിന്നെ ആ പട്ടണത്തിൽ കരം പിടിച്ച് ദൈവം ഉയർത്താൻ പോകുകയാണ്. അസാധാരണമായ ഒരു സ്ഥലം നിന്റെ മേളിൽ തുറന്നു വരാൻ പോകുന്നു. ദൈവം ആദരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയോടെ ദൈവപ്രവൃത്തിയിലേക്ക് കടക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് സംഭവിക്കാൻ പോകുന്നു. ദൈവികമായ കാഴ്ചപ്പാടിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് 2 വർഷമായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ പോവും വരും, അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ഡോക്ടറെ ഇപ്പോൾ പോയി കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്ക് ബ്ലീഡിങ് നിൽക്കും പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ മുഴയായിട്ട് എന്നെ യൂട്രസിലല്ല അല്ലാതെ കണ്ട്. അപ്പോൾ ആ മുഴ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ യൂട്രസ് കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഡോക്ടർ. അങ്ങനെ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചേക്കാം. പക്ഷേ യൂട്രസ് എടുത്തില്ല, അത് ബയോപ്സിക്ക് അയച്ചു. പക്ഷേ അത് ഒരു റിസൾട്ട് നോർമലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നോർമലായിട്ട് വന്നു. പാസ്റ്ററും കുടുംബത്തിനും ദൈവത്തിനും 1000 നന്ദി. ആമേൻ, ആമേൻ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കുടുംബം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോട് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റിൽ ദൈവം ആദരിക്കാൻ പോകുന്ന ഈ മിനിറ്റ് മുതൽ ഇവരെ സീസൺ തിരിയാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ മേളിൽ അസാധാരണമായി ദൈവത്തിൻ്റെ കരുതൽ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ മേളിലേക്ക് ആ ഗ്ലോറിയസ് മൂവ്മെൻറ്റ് ഉണ്ടാകട്ടെ. ആ മഹത്വത്തിൻ്റെ നിമിഷത്തിലേക്ക് ഇവർ വരികയാണ്. ലോകം അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ഇതാ കർത്താവിൻ്റെ കരം ഇവരെ തൊട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്തൊരു എഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. സൗഖ്യം നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ഉയർച്ച നടക്കട്ടെ. ഇപ്പോൾ തന്നെ വാതിലുകൾ തുറക്കട്ടെ. ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ വിടുതലുകൾ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏപ്രിൽ മാസം 10-ാം തീയതി, 11-ാം തീയതി, 12-ാം തീയതി കൊല്ലത്ത് വെച്ച് 3 ദിവസം 72 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്നു. ആ 3 പകലുകളും അല്ലെങ്കിൽ അനേക ദൈവദാസന്മാർ, നിങ്ങളെ ശുശ്രൂഷകൻ, കേരളത്തിലെ മെയിൻ ദൈവാസന്മാർ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരികയാണ്. ഞാനും ഈ 3 ദിവസം പ്രാർത്ഥനയോടായിരിക്കുന്നു. നിങ്ങൾ കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിക്കുകയും നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.